നിയമസഭയുടെ ഉപനേതാവ് സ്ഥാനം CPIക്ക് ലഭിക്കാത്തത് മൂലം ഉണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുവാൻ ശ്രീ സത്യൻ മുഖേരി തയ്യാറായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത് നിർഭാഗ്യകരവും രാഷ്ട്രീയ മര്യാദയ്ക്ക് യോജിക്കാത്ത നിലയിലുള്ള അഭിപ്രായ പ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. നിയമസഭയുടെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം എന്നു മുതലാണോ വന്നത് അന്നു മുതൽ ആ സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്നത് CPIM ആണ്. ആ നിലയിൽ നോക്കുമ്പോൾ മുന്നണിയിലെ ഘടകകക്ഷിയിൽപ്പെട്ട ഒരു ഘടകകക്ഷി വഹിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനം മറ്റൊരു കക്ഷിക്ക് മാറ്റി കൊടുക്കുന്നതിൽ ചില നടപടിക്രമങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നതും പ്രതിപക്ഷ നേതാവിൻ്റെ തന്നെയാണ്. ഇപ്പോൾ CPI പാർട്ടിക്ക് ഉള്ള ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം അത് ആ മന്ത്രിസ്ഥാനം പിൻവലിച്ച് വേറെ ഏതെങ്കിലും ഘടകകക്ഷി കൊടുക്കണമെങ്കിൽ അതങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. CPI പ്രഖ്യാപിക്കുമല്ലോ ഇത്ര മന്ത്രിമാർ ഞങ്ങളുടെ മന്ത്രിമാരാണെന്ന്. അങ്ങനെ ഒരു പ്രഖ്യാപനം മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. അത് നിയമവിധേയവും മുന്നണി സംഘടനാ തത്വങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത്. അതിൽ പൊതു താൽപ്പര്യം വെച്ചുകൊണ്ടും പ്രായോഗിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുമാണ് അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. മുന്നണി മര്യാദകൾ ലംഘിച്ചുകൊണ്ട് അടക്കി ആക്ഷേപിക്കുന്ന നിലപാട് ശ്രീ സത്യൻ മുഖേരിയുടെ ഭാഗത്തുനിന്നുണ്ടായത് തികച്ചും ഖേദകരമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. പിണറായി വിജയൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യത്തിന് വേണ്ടി വിശാല ഐക്യത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണ്. കൂടുതൽ കക്ഷികളെ ഇടതുപക്ഷ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പരിശ്രമം നടത്തുന്ന വ്യക്തിത്വമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളോട് യോജിക്കുന്നവരെ. എന്നാൽ CPI സംബന്ധിച്ചിടത്തോളം മുന്നണി വിപുലീകരിക്കണമെന്ന് എന്നുള്ള യാതൊരു ആഗ്രഹവും അവർക്ക് ഉള്ളതായി കാണുന്നില്ല. മുന്നണി വിപുലീകരണത്തിൽ തങ്ങളാണ് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നതെന്നൊക്കെ തന്നെ ലേഖനത്തിൽ കാണുന്നു എന്നുള്ളതുകൊണ്ട് കാര്യം സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. പിണറായി വിജയനെ വ്യക്തിപരമായ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏകാധിപത്യപരമായി കാര്യങ്ങൾ ചെയ്യുന്നു എന്നെല്ലാം ഉള്ള വിമർശനം അടിസ്ഥാനരഹിതവും അതൊരു രാഷ്ട്രീയ മര്യാദയ്ക്ക് യോജിച്ചതും ആണെന്ന് തോന്നുന്നില്ല. പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും CPIMൻ്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പറും CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ തന്നെ ആയിരുന്ന ആളാണല്ലോ. അന്നൊന്നും ഇല്ലാത്ത ഒരു തോന്നൽ ഇപ്പോൾ എങ്ങനെയാണ് CPIക്ക് ഉണ്ടായതെന്ന് സംബന്ധിച്ചിടത്തോളം സംശയമുണ്ട്. മുന്നണി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ പത്രങ്ങളിലൂടെയല്ല ചർച്ച ചെയ്യേണ്ടത്. പത്രങ്ങളിലൂടെ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് മറുപടി പറയേണ്ടി വരും. കാരണം ജനങ്ങൾ ഞങ്ങളോട് ചോദിക്കും ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടല്ലോ എന്തായെന്ന് സംബന്ധിച്ചിടത്തോളം. PMCയുടെ വിഷയത്തിലും പ്രശ്നം കൂടുതൽ വഷളാക്കിയത് CPI തന്നെയാണ്. സ്ഥാനമാനങ്ങൾക്കപ്പുറം CPIക്ക് LDFനെ ശക്തിപ്പെടുത്തണമെന്നുള്ളൊരു നിലപാട് നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയില്ല. മുൻപും സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മന്ത്രിസഭയിൽ അംഗമാകുന്ന കാര്യത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസിനോട് ചേർന്ന് ഗവൺമെൻറ് രൂപീകരിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ CPI ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. CPIയും അങ്ങനെ ഒരു അധികാരം കിട്ടുന്നതിന് വേണ്ടി ആശയത്തെ മാറ്റിവെക്കുന്ന മാറ്റുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല.